മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ വായിക്കുന്ന സമയത്തിൽ അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെയാകുന്നു എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവനോട് പറഞ്ഞ് അവനെ വിട്ടയച്ചു. മറ്റൊരാളെ കർത്താവ് നിന്ന സ്ഥലത്ത് വെച്ച് സുഖപ്പെടുത്തിയില്ല. അവനെ ഊരിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ കൈക്ക് പിടിച്ചവനെ ഊരിൻ്റെ പട്ടണത്തിൻ്റെ ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് അവനെ കൊണ്ടുപോയിട്ട് അവൻ്റെ കണ്ണയിൽ തൊട്ടു. എവിടെ വെച്ചു? അവൻ്റെ വീട്ടിൽ വെച്ച് തൊട്ടില്ല, അവൻ്റെ നാട്ടിൽ വെച്ച് തൊട്ടില്ല. ആ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വച്ച് യേശു അവൻ്റെ കണ്ണിൽ തൊട്ടു. എന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്തിൽ ഒക്കെ അങ്ങോട്ട് ശരിയായില്ല. ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അങ്ങോട്ട് ശരിയായില്ല. മനുഷ്യനെ കാണുന്നത് പക്ഷെ മരങ്ങൾ പോലെയാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ കാലഘട്ടം പരിശോധിക്കുമ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാകണമെന്നില്ല, യേശു ഒരിക്കൽ ചെയ്തിട്ട് ശരിയാകാത്തത് ഇവിടെ മാത്രമാണ്. ഒറ്റ സ്പർശനത്തിൽ അവന് സുഖം കിട്ടിയില്ല. അവനോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു മനുഷ്യനെ കാണുന്നുണ്ട് പക്ഷെ മരങ്ങൾ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ശരിയായില്ല. ശരിയായി വരുന്നു. അവൻ മേൽപോട്ട് നോക്കി, അവൻ മനുഷ്യനെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രേ കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം. യേശു ഒരിക്കൽ കൂടെ തൊട്ടു. അത്ര അങ്ങോട്ട് ശരിയായില്ല. ഒരിക്കൽ കൂടെ തൊട്ടപ്പോൾ ശരിയായി. ഒരു ഞായറാഴ്ച വന്നിട്ട് ശരിയായില്ല, നിരാശപ്പെടരുത്. ഇനിയും ഒരു സ്പർശനം കൂടെ ഉണ്ട്. ഒരിക്കൽ കൂടെ യേശു തൊടാൻ വേണ്ടിയിട്ട് നീ നിൽക്കണം. ഒരിക്കൽ കൂടി കർത്താവ് ചെന്നെ തൊടാൻ വേണ്ടിയിട്ട് നീ മനസ്സ് വയ്ക്കണം. ചില പ്രത്യേക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രാവശ്യത്തെ സ്പർശനം കൊണ്ട് നമുക്ക് സൗഖ്യം വരണമെന്നില്ല. ഒരിക്കൽ കൂടെ ദൈവം നമ്മെ തൊടാൻ സാധ്യതയുണ്ട്. മർക്കോസ് സുവിശേഷം 8 എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ. മർക്കോസ് സുവിശേഷം 8 എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. 2 പ്രാവശ്യം യേശു അവനെ തൊടേണ്ടതായിട്ട് കടന്നു വന്നു. യേശുവിൻ്റെ കുഴപ്പമല്ല, കുരുടൻ്റെ എന്തോ ഒരു കുഴപ്പമാണ്. എടാ, നിന്നെ മാത്രം എനിക്ക് 2 പ്രാവശ്യം തൊടേണ്ടതായിട്ട് വന്നല്ലോ. ഒരൊറ്റ സ്പർശനത്തിൽ എനിക്ക് നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാം. എൻ്റെ കർത്താവിൻ്റെ ഒരു സ്പർശനം എനിക്ക് കിട്ടി. പക്ഷെ ഇനിയും എന്തൊക്കെയോ ചില നന്മകൾ എനിക്ക് തടസ്സപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ എന്നോട് കാത്തിരിക്കാൻ പറയുകയാണല്ലോ, എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുകയാണല്ലോ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശരിയായിട്ട് കാണുന്നില്ല, പക്ഷെ നിന്നെ ഇങ്ങനെ അങ്ങ് ഞാൻ വിടാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ കണ്ണ് യഥാർത്ഥമായിട്ട് ഞാൻ തുറന്നിട്ടേ വിടത്തേ ഉള്ളൂ. എൻ്റെ ദൈവം ഒരു വാതിൽ തുറന്നതുകൊണ്ട് നിനക്ക് ചിലത് വ്യക്തമായില്ല എങ്കിൽ നീ വെയിറ്റ് ചെയ്യണം. എൻ്റെ കർത്താവ് അത് വ്യക്തമാകത്തക്ക വിധത്തിൽ തുറക്കാൻ ശക്തനോ. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഒരുത്തനെ കൈക്ക് പിടിച്ച് ഊരിൻ്റെ പുറത്തൊക്കെ കൊണ്ടുപോയെന്നും അങ്ങനെ അധികം ഒന്നും ചെയ്തിട്ടില്ല. വന്നു യേശു കർത്താവ് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ, ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടന്നില്ലേ? പിന്നെ എന്തിനാ ഇവനെ കയ്യെ പിടിച്ചുകൊണ്ട് എന്താ വെളിയിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് തൊട്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ടെസ്റ്റ് ശരിയായില്ല, വീണ്ടും ഒന്നുകൂടെ തൊട്ട് ഇപ്പം ശരിയല്ലോ, വിട്ടോ. നീ എവിടെ വിട്ടോ? അത് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ദയിച്ചു, നീ ഊരിൽ കടക്ക പോലും ചെയ്യരുത്, തിരിച്ചു പോകരുത്. കുരുടൻ, അവനൊരു വാതിൽ തുറക്കണം. അവൻ ജീവിതത്തിന്റെ വഴി കുരുടനെ വിളിച്ചു ചോദിച്ചു. ഷാജി ബ്രദർ എന്ന് ഈ മാസത്തിൽ പറഞ്ഞു, ദൈവം പുതിയ വഴികളെയൊക്കെ തുറക്കുമെന്ന് പറഞ്ഞു. കുരുട, നിനക്ക് വേണ്ടിയിട്ട് നീ ആഗ്രഹിച്ച് ഒരു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവൻ എനിക്ക് കാനഡയിൽ പോകണമെന്ന് ഒരിക്കലും പറയത്തില്ല. കുരുടൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ഇനി നിങ്ങൾ ആരൊക്കെ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു ലോണ് കിട്ടണം, അതാണ് ആഗ്രഹം, അങ്ങനെയും പറയത്തില്ല. നിങ്ങൾ ആരൊക്കെ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു വീട് കിട്ടണം,
അതാണ് എനിക്ക് ആഗ്രഹമുള്ള കാര്യം. അങ്ങനെയും പറയത്തില്ല. അവൻ പറയാൻ സാധ്യതയുള്ളത് ഒരേ ഒരു കാര്യം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. തൻ്റെ ആഗ്രഹം സബലീകരിക്കപ്പെടണമെങ്കിൽ ദൈവ വഴികളിലൂടെ പോകണം. ദൈവം അവനെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് അവനൊരു വേർപാട് കൽപ്പിച്ചു. ഈ ഊരിൽ നീ നിൽക്കുന്നിടത്തോളം കാലം, ഈ ഊരിലായിരിക്കുന്നിടത്തോളം കാലം നിന്നെ ഞാൻ തൊട്ടാൽ നിനക്ക് സൗഖ്യം വരത്തില്ല. ഈ ഊരിൽ നിന്ന് നീ ഒന്നല്പം മാറിപ്പിടിക്കണം, നീ ഒരല്പം മാറിപ്പോകണം. മാറിപ്പോയാൽ മാത്രമേ നിനക്കൊരു രോഗശാന്തി, നിനക്കൊരു വിടുതൽ വരത്തുള്ളൂ. അവൻ്റെ കൈക്ക് പിടിച്ച് ഊരിൻ്റെ പുറത്തേക്ക് അവനെ കൊണ്ടുപോയി എങ്കിൽ ഇന്ന് പ്രഭാത സമയത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളിലുള്ള ചില ദുഷ്ട കൂട്ടുകെട്ടുകളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്ന, ഒരിക്കലും പാവെ കളയത്തില്ല എന്ന് പറയുന്ന, ഒരിക്കലും മാറ്റിവെക്കത്തില്ല എന്ന് പറയുന്ന ചിലതിന് നിനക്കൊന്ന് വർജിക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ, ചിലതിന് നിനക്കൊന്ന് മാറ്റിവെക്കാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ ഒരു വാതിൽ ദൈവം നിനക്കായിട്ട് തുറക്കുക. ദൈവം നിങ്ങൾക്കായിട്ടൊരു വാതിൽ തുറക്കുമെന്നുള്ളതിന് സംശയമേയില്ല. നീ ആഗ്രഹിക്കുന്നു, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് ഒരു അനുഗ്രഹം ഇല്ല. യേശു പറഞ്ഞു, നീ ഊരിന്റെ വെളിയിൽ വരാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അത്ഭുതത്തെ ചെയ്യാം. നീ പറയും, ഇല്ല എനിക്ക് വരാൻ മനസ്സില്ല, ഞാൻ ഈ നിൽക്കുന്ന ഊരിൽ മാത്രമേ, നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു നന്മ കിട്ടത്തില്ല. ചിലതിനെ വർജിക്കുവാൻ ഒരു തീരുമാനം ദൈവസഭയ്ക്ക് എടുക്കുവാൻ കഴിയപ്പെടുമെങ്കിൽ ഇന്നലെ വരെ തുറക്കാത്ത ചില വഴികൾ, വാതിലുകൾ ദൈവം നിങ്ങൾക്കായി തുറക്കും. വളരെ വിദൂരത്തിൽ നിന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും അന്ന് ആരാധിക്കുന്നവരുണ്ടോ? 2 ബസ് കയറിയവർ, 3 ബസ് കയറിയവർ, ആമേൻ, അങ്ങനെ വളരെ വിദൂരത്തിൽ നിന്ന്, വളരെ വിദൂരത്തിൽ സ്വന്തമായി വാഹനം ഡ്രൈവ് ചെയ്ത് വന്ന് അതിരാവിലെ തന്നെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി ജീവിതങ്ങളെ ഈ കൂട്ടത്തിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, ആമേൻ, അടുത്ത ഊരിലേക്ക് നീ പുറപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇവിടെ ഒരു അത്ഭുതത്തിന്റെ ദിവസമാണ്, ഇവിടെ ഒരു മാറ്റത്തിന്റെ അനുഭവമാണ്, ഇവിടെ നിനക്കൊരു ചേഞ്ച് ഉണ്ടാകും, ഇവിടെ നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകും. നീ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ, വാതിലുകൾ സ്വർഗത്തിലെ കർത്താവ് നിനക്കായി തുറക്കും. ഒരു വിദൂരത്തിലേക്കുള്ള ഒരു യാത്ര, ഒരല്പം വിദൂരത്തിലേക്ക് കടന്നു പോകുന്നത് നിന്റെ അനുഗ്രഹത്തിന് തടസ്സമല്ല, നിന്റെ അനുഗ്രഹത്തിന് അത് കാരണമായിട്ട് തീരും. ഇന്ന് ഈ ആരാധനയിൽ കടന്നു വന്നവരെ ഞാൻ ആത്മാവിൽ വിവേചിച്ചു പറയുന്നു, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നീ റിസ്ക് എടുത്ത് വന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് ഈ വചനത്തെ നീ മുറുകെ പിടിച്ചു കൊള്ളപ്പെടണം. ഊരിൻ്റെ പുറത്ത് കൊണ്ടുപോയി സൗഖ്യമാക്കുന്നവൻ ഊരിൻ്റെ പുറത്ത് എന്നെ കൊണ്ടെത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ചില മണിക്കൂറുകൾക്കകം വെച്ച് എൻ്റെ സ്ഥിതിഗതികൾക്കൊരു മാറ്റം വരും. എന്നെ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സ്പർശനത്തിൽ വന്നില്ല എങ്കിൽ തുടർന്നുള്ള സ്പർശനത്തിൽ എൻ്റെ മേലൊരു മാറ്റം സംഭവിക്കുക, എൻ്റെ മേലൊരു അത്ഭുതം നടക്കുക, എൻ്റെ മേലൊരു വിടുതൽ സംഭവിക്കുക, എൻ്റെ സ്ഥിതിഗതികൾക്കൊരു വ്യത്യാസം വരും. കർത്താവ് ഒരു താക്കീത് ചെയ്തു, ഇനി ആ ഊരിൽ നീ കടക്ക പോലും ചെയ്യരുത്. ചിലതിനെ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചാൽ പിന്നെ നീ തിരിച്ച് ആ മാർഗം സ്വീകരിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പാപത്തെ ഉപേക്ഷിച്ച് ആരെങ്കിലും യേശു കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചുവെങ്കിൽ അവിടെ കടക്ക പോലും ചെയ്യരുത്. യേശു ഒരിക്കൽ തൊട്ടു, പിന്നെയും തൊട്ട് നിന്നെ സുഖപ്പെടുത്തി എങ്കിൽ ആമേൻ ഒരു കൽപ്പനയുണ്ട്, നീ ആ ഊരിൽ നീ കയറരുത്. നീ ഉപേക്ഷിച്ചതാകട്ടെ, ചിലപ്പോൾ മദ്യമായിരിക്കാം, ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില ദൈവഹിതമില്ലാത്ത സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില ശപിക്കപ്പെട്ട ചില പ്രദേശങ്ങളായിരിക്കാം. പൂർണ്ണമായി നീ അതിനെ ഉപേക്ഷിക്കണം. തിരിച്ചു പോയാൽ കിട്ടിയ സൗഖ്യം നഷ്ടപ്പെടും. തിരിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടിയ നന്മ നഷ്ടപ്പെടും. തിരിച്ചു പോയി കഴിഞ്ഞാൽ ദൈവം നിന്റെ മേൽ വച്ചിരിക്കുന്ന അനുഗ്രഹം മുഴുവനും ശത്രു അപകരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. ചിലതെനിക്ക് വേണ്ട, ചിലതിനെ ഞാൻ വർജിക്കുകയാണ്, ഞാൻ ദൈവവചനത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടുകയാണ്. എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ എത്രയോ നാളുകളായിട്ട് ഞാൻ അന്ധനായിട്ട് ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. എവിടെ എനിക്ക് വഴി തുറക്കും, എവിടെ എനിക്ക് വാതിൽ തുറക്കും? ഉള്ളിൻ്റെ ഉള്ളറക്കകത്ത് പലതും ആഗ്രഹിച്ചിട്ടും അതൊന്നും നടക്കാത്ത വിധത്തിലേക്ക് എനിക്ക് എവിടെ ഒരു വാതിൽ തുറക്കും, എവിടെ ഒരു വഴി തുറക്കും, എവിടെ ഒരു വാതിൽ തുറക്കും, എവിടെ ഒരു
വഴി തുറക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ചു കൊണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ദൈവം വാതിലും വഴിയും നിനക്കായിട്ട് തുറന്നു എങ്കിൽ ചിലതിനെ വർജിക്കണം, ചിലതിനെ വേണ്ടാന്ന് വയ്ക്കണം, ചിലതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്ന ചിലതിനെ മാറ്റണോ.